ഈ 2.25 സെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊരു മുറ്റം വരണം, അതേപോലെ ഈ ബെഡ്റൂമുകളും കാര്യങ്ങളും. ഏറ്റവും ഞങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാം കൊള്ളിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം കൊള്ളിച്ചിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് കുറവ് എന്ന് പറയാനുള്ളതായിട്ട് ഒന്നുമില്ല. നമസ്കാരം. വെറും 2.25 സെന്റില് ആരും ആഗ്രഹിച്ചു പോകുന്ന പോലത്തെ ഒരു കിഡിലം വീടാണ് മൈ ബെറ്റർ ഹോമിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. യുണീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനിൽ ചെയ്തിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള 2 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമുക്ക് നോക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ വീടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ വീടിൻ്റെ എലിവേഷനിൽ തന്നെ നമുക്കതിൻ്റെ വെറൈറ്റികൾ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലായിടത്തും ഒരു സർക്കുലർ കേർവ്ഡ് ആയിട്ടുള്ള എലമെൻറ്റുകൾ കാണാൻ സാധിക്കും. ലൈറ്റിങ്ങിലാണെങ്കിലും ബാൽക്കണിയിലാണെങ്കിലും ഷോവാളിലാണെങ്കിലും ഒക്കെ ആ ഒരു കേർവ്ഡ് എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന് ഗേറ്റ് നൽകിയിട്ടില്ല. നേരെ ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിൽ പോലും ഒരു സർക്കുലർ ഷേപ്പിൽ ആ ഒരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആർക്കിടെക്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ കാർ പോർച്ച് സ്പേസ്. സിമ്പിളായിട്ട് 2 കാറുകൾക്ക് നിർത്താൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. ടെറാക്കാട്ട ബ്രിക്ക് ക്ലാഡിങ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. വാൾ ലൈറ്റുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ലിവിങ് സ്പേസ് വരുന്നത്. ലിവിങ് സ്പേസിൽ പ്രൊഫൈൽ ലൈറ്റിങ്ങും സർക്കുലർ സ്പേസിലാണ് നൽകിയിരിക്കുന്നത്. വിൻഡോസ് എല്ലാം സർക്കുലർ ഷേപ്പിലാണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കും. നേരെ വീടിനകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഈ വീടിന് സിറ്റ് ഔട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സിറ്റ് ഔട്ട് എല്ലാം വീടിന് അകത്ത് വരണം എന്നുള്ള രീതിയിൽ തന്നെ ഫുൾ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 2 സർക്കുലർ സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ വരുന്നത്. ഡിജിറ്റൽ ലോക്ക് വരുന്നു. മരത്തിൽ ചെയ്തെടുത്തിരിക്കുന്ന ഡോറാണ്, എന്നാലും ഇതിൻ്റെ ഫ്രെയിമും ഡോറും എല്ലാം പെയിൻറ് ചെയ്തിരിക്കുകയാണ്. PU പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ തീമിലാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് കയറിയിട്ട് എന്താണ് എക്സ്പീരിയൻസ് എന്ന കാര്യം നമുക്കൊന്ന് കാണാം. ഇതാണ് ഫ്രണ്ട് ഡോറ്. നേരെ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ എത്തുക ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. ലോഞ്ചർ സോഫയാണ്. നല്ല രസമില്ലേ? ഡ്യുവൽ ടോണിൽ ചെയ്തിരിക്കുന്ന ഒരു ലോഞ്ചർ സോഫയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോസിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കുക നിങ്ങൾ. ഒരു സർക്കുലർ ഷേപ്പിലാണ് ജനലുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രില്ലല്ല കേട്ടോ, ഈ ഗ്രില്ലിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്ന മെറ്റൽ ഷീറ്റാണ്. നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു സർക്കുലർ പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ CNC ചെയ്തിരിക്കുന്ന മെറ്റൽ ഷീറ്റ് ഇതാ ഇവിടെയും നൽകിയിട്ടുണ്ട്. നേരെ വരികയാണെങ്കിൽ വളരെ മിനിമം സ്പേസേ ഉള്ളൂ. 2.25 സെന്റ് ആണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഡൈനിങ് ടേബിൾ നൽകിയിരിക്കുന്നത് ഈ രീതിയിലാണ്. സ്പേസ് സേവിങ് ഫർണിച്ചർ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചെയറുകൾ പുറത്തേക്ക് വലിക്കാം, അല്ലാത്ത സമയത്ത് അകത്തേക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. ഈ ഭാഗത്ത് TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. വലിയൊരു സൈസ് TV ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാർക്കോൾ പാനലുകളാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡ് നൽകിയുകൊണ്ട് തന്നെ ഒരു ലക്ഷറി ലുക്ക് അതിന് ലഭിക്കുന്നുണ്ട്. വൈറ്റ് ഫിനിഷിൽ അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ലെങ്തി ആയിട്ട് നൽകുന്നുണ്ട്. ഈ ഒരു വാളിൻ്റെ പുറകിൽ ഇവിടുത്തെ കിച്ചണാണ്, വർക്കിംഗ് കിച്ചൺ നൽകിയിരിക്കുന്നു. ഒരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു അടിപൊളിയായിട്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നും തന്നെ പറയണ്ട, ഇതാണ് ഈ ഓപ്പൺ കിച്ചണാണ് വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ ഹുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം പാകം ചെയ്താൽ ചൂടോടെ കഴിക്കാൻ തൊട്ടടുത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മൾട്ടിവുഡിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതിൽ ലാമിനേറ്റ് നൽകിയിരിക്കുന്നു. നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. വാളിലേക്ക് വരികയാണെങ്കിൽ ആ സർക്കുലർ പാറ്റേൺ കിട്ടുന്ന ടൈല് തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പർ ക്യാബിനറ്റിൽ ഓപ്പൺ ഒക്കെ നൽകി നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് സ്പേസ്. ഇവിടെ നമുക്ക് സോഫ കം ബെഡ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒരു സോഫയാക്കി കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഈ ഭാഗത്ത് ഒരു വലിയ ബേ വിൻഡോ നൽകിയിരിക്കുന്നു. ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇൻറ്റീരിയറിൽ കിട്ടുന്ന ഒരു ആംബിയൻസ് നോക്കൂ. ലൈറ്റ് അകത്തുനിന്ന് വരുന്ന സമയത്ത് ലൈറ്റ് വീടിനകത്തേക്ക് കിട്ടുകയും ചെയ്യും. വിഷ്വലി നല്ലൊരു അപ്പിയറൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അലുമിനിയം വിൻഡോ നൽകിയിട്ട് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്ലയൻസസിലേക്ക് വരികയാണെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് വരാം. നമുക്ക് ഹെയറിൻ്റെ സൈഡ് ബൈ സൈഡ് ബ്ലാക്ക് ഫ്രിഡ്ജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബോഷിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്.
ഇതൊരു ഫോർമൽ കിച്ചൺ അല്ലെങ്കിൽ ഒരു ഷോ കിച്ചൺ എന്ന് പറയാം. അകത്ത് ഹുഡ് ആൻഡ് ഹോബ് വേറെ, ഗ്യാസ് സ്റ്റോവ് സെപ്പറേറ്റ്, വേറൊരു വർക്കിംഗ് കിച്ചൺ കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു സ്പേസ് നൽകിയിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തൊരു കിച്ചൺ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഈ വീട്ടിൽ നമുക്ക് അതും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട്. ബാക്കി നമുക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. വീടിൻ്റെ ലൈറ്റിങ്ങും ഇതിൻ്റെ സീലിംഗ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കുലർ ലൈറ്റിങ്, അതേപോലെ സർക്കുലർ ഷേപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ ഭാഗത്തെല്ലാം കോവ് ലൈറ്റ് നൽകിയിരിക്കുന്നത് ആ ഒരു സർക്കുലർ പാറ്റേണിലാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിരിക്കുന്നു, അതും ആ ഒരു സർക്കുലർ പാറ്റേണിലാണ്. വാഷ് ബേസിനിലേക്ക് വരികയാണെങ്കിലും ഒരു സർക്കുലർ പാറ്റേൺ കീപ്പ് ചെയ്തിരിക്കുന്നു. എലിപ്റ്റിക്കൽ ഷേപ്പിൽ വരുന്ന ബേസിൻ, ബാക്കിൽ വരുന്ന ഈ പാറ്റേണുകളെല്ലാം ആ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ്. ഇത് ടൈലാണ് കേട്ടോ, ബാക്കിൽ കൊടുത്തിരിക്കുന്ന ടൈലാണ്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ യൂണിറ്റ്. ഇവിടെയാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത്. ഷോ കിച്ചന് പുറമെ ഒരു ചെറിയ വർക്കിംഗ് കിച്ചൺ കൂടെ കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡോർ ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് കിച്ചൺ വരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ കിച്ചൺ, സ്ട്രെയിറ്റ് കിച്ചൺ നമുക്ക് പറയാം. അതിൽ ഹുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട്. അതിൽ ഗ്യാസ് സ്റ്റൗ, നോർമൽ ഗ്യാസ് സ്റ്റൗ, പ്രസ്റ്റീജിന്റെ ഗ്യാസ് സ്റ്റൗ ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ കിച്ചന്റെ വിൻഡോസ് പോലും ഇതേപോലെ സർക്കുലർ ഷേപ്പിൽ ചെയ്തിരിക്കുന്നു. മുകളിൽ ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇത്രയാണ് വർക്കിംഗ് കിച്ചൺ. പിന്നെ നേരെ എക്സിറ്റ് ഡോർ ആണ് അവിടെ വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വന്നു? 2 ബെഡ്റൂം വരും, 2 ടോയ്ലറ്റ് വരും, ഈ കാണുന്ന കോമൺ സ്പേസ് മുഴുവൻ അതിൽ ഉൾപ്പെടും. ബെഡ്റൂമുകൾ നമുക്കൊന്ന് കാണാം. ഇവിടെയാണ് അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒറ്റ ബെഡ്റൂമും ഇല്ല. താഴെയുള്ളത് ലിവിങ്, ഡൈനിങ്, കിച്ചണ്, ബെഡ്റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. സ്റ്റെയർ കേസിലേക്ക് വരികയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാൻഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഡി ഡെക്കോറിന്റെ വാൾപേപ്പർ ആണ് നൽകിയിരിക്കുന്നത്. ഇതും സർക്കുലർ പാറ്റേൺ ആണെന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് സർക്കുലർ ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ പാസേജ് ആണ് വരുന്നത്. നേരെ പാസേജിലേക്ക് എത്തി. ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ അതും സർക്കുലർ ഷേപ്പിൽ കോവ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാൾ പാനലിംഗ് ചെയ്ത ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ബാർ ചെയർ ഹൈറ്റിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ ഇതേപോലെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ബാൽക്കണി വരുന്നത് കേട്ടോ. നേരെ ബാൽക്കണി സ്പേസിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. വീടിൻ്റെ ഡിസൈനിൽ ഈ ബാൽക്കണി നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആ ബാൽക്കണിയുടെ റെയിലിംഗ് ആണെങ്കിലും അവിടെ കൊടുത്തിരിക്കുന്ന ഇതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ഹാൻഡ് റെയിൽ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പ്രൊഫൈൽ ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയിൽ 3 ചെയറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. എല്ലാ വിൻഡോസും എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലാണെന്നുള്ളതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ബാൽക്കണിയിൽ നിന്ന് വരികയാണെങ്കിൽ ഇനി നമുക്ക് ബെഡ്റൂമുകൾ കാണാം. 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ഈ ഭാഗത്താണ്, മറ്റൊന്ന് ഈ ഭാഗത്താണ്. ബെഡ്റൂമിൻ്റെ ഡോർ ഡിസൈൻ നോക്ക്, നല്ല ഭംഗിയുള്ള ഡോർ ഡിസൈൻ. അത്യാവശ്യം നല്ല കർവിങ് വർക്ക് അല്ലെങ്കിൽ ഈ ഗ്രൂ വർക്കുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബെഡ്റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ സൈസ് ആദ്യം പറയാം. ചെറിയ വീടായതുകൊണ്ട് തന്നെ സൈസ് ആയിരിക്കും എല്ലാവരുടെയും പ്രധാന കൺസിഡറേഷൻ. എന്നാൽ സൈസിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. 10-11 സൈസ്, 3 മീറ്റർ വീതിയും 3.3 മീറ്റർ ലെങ്ത്തും ഉള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബേ വിൻഡോ നൽകിയിട്ടുണ്ട്, അതുകൊണ്ടൊരു വലിയ സൗകര്യം ഇവിടെ ലഭിക്കുന്നു. ക്യൂൺ സൈസിൽ വരുന്ന ഒരു ബെഡ് നൽകിയിരിക്കുന്നു. അത് നല്ല രീതിയിൽ ഹെഡ് ബോർഡ് ഒക്കെ ചെയ്ത് പ്രീമിയം സ്റ്റൈലിലുള്ള ബെഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. സർക്കുലർ ഷേപ്പിലുള്ള സീലിംഗ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. വേറെ വലിയ ആർഭാടമായിട്ടുള്ള ഡെക്കറേഷൻ വർക്കുകളൊന്നും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സാധാരണ 70 സെൻറ്റിമീറ്റർ 80 സെൻറ്റിമീറ്ററിലൊക്കെ ബാത്റൂം ഡോർ ചെയ്യുന്ന സമയത്ത് 1 മീറ്ററിൽ ബാത്റൂം ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നു. ബാത്റൂം മാത്രമല്ല, ഒരു വാക്കിംഗ് വാർഡ്രോബ് കൺസെപ്റ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാർഡ്രോബ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. നേരെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ബാത്റൂം, ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് ആണ്. പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമിൻ്റെ സൈസിൻ്റെ ഏതാണ്ട് അടുത്ത് വരുന്ന രീതിയിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. 9 ഫീറ്റ് ലെങ്ത് വരുന്നു, 5 ഫീറ്റ് വിടുത്തം വരുന്ന രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഡിസൈനിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. യുണീക്ക് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഡിസൈനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടാപ്പ് ഇതേപോലെയാണ് നമ്മൾ തുറക്കുക. അപ്പം നമ്മൾ സാധാരണ കാണാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പലതും കാണാൻ സാധിച്ചിട്ടുള്ളത്.
രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെ ഇതേപോലെ ഒരു ക്യൂൻ സൈസ് ബെഡ് നൽകിയിരിക്കുന്നു. 2 സൈഡ് ടേബിള്, റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു ബേ വിൻഡോ സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അയൺ ടേബിളായിട്ട് യൂസ് ചെയ്യാം, അയൺ ബോക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബേ വിൻഡോ സിസ്റ്റം. നല്ല ഒരു ഉപകാരം ഉണ്ടാവില്ല ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ. വാർഡ്രോബ് ഇവിടെ നൽകിയിരിക്കുന്നു. വാർഡ്രോബിൽ പ്രത്യേകം പറയേണ്ടത് ഒരു മിറർ ആ ഒരു ഫിനിഷിൽ വരുന്ന ലാമിനേറ്റ് കൊടുത്തിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ റൂം വലുതായിട്ട് ഫീൽ ചെയ്യും. ഇതിൽ തന്നെ നമ്മുടെ റിഫ്ലക്ഷൻ ഇതിനകത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. അതൊരു മിനിമം സ്പേസ് ഉള്ളൊരു ടോയ്ലറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ടോയ്ലറ്റിൻ്റെ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യം പരിചയപ്പെടുത്തണ്ടേ. ഈ വീട് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുകളെയും എഞ്ചിനീയറൊക്കെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് വീടിൻ്റെ ഹൗസ് ഓണറെ ഞാനൊന്ന് കാണിച്ചു തരാം. വീടിൻ്റെ ഹൗസ് ഓണറെയും എഞ്ചിനീയറെയും ആർക്കിടെക്റ്റിനെയും ഒക്കെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരാൾ തന്നെയാണ് കേട്ടോ. ഇയാൾ തന്നെയാണ് ഹൗസ് ഓണർ. ഇദ്ദേഹം തന്നെ ഒരു എഞ്ചിനീയറുമാണ്, സിവിൽ എഞ്ചിനീയർ ആണ് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങളുടെ പേരും സ്ഥാപനമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് അശ്വിൻ ആണ്. എൻ്റെ പ്രോപ്പർ സ്ഥലം ഞാൻ നന്മണ്ടയാണ്, കോഴിക്കോട് ജില്ലയിൽ നന്മണ്ട. അതെ, കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിലാണ്. എൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നന്മണ്ട തൊണ്ടയാടും 2 ബ്രാഞ്ചാണ്. എൻ്റെ ആർക്കിടെക്ചർ ഫേമിൻ്റെ പേര് ഡിഫറെൻറ്റ് ഡിസൈനേഴ്സ് എന്നും എൻ്റെ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ പേര് CP ബിൽഡേഴ്സ് എന്നാണ്. യെസ്, ഒരു വെറൈറ്റി തീമിൽ ചെയ്തിരിക്കുന്ന ഒരു വീട്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ നാട്ടുകാരനുമാണ് ഇതിൻ്റെ ആ ഒരു ഹൗസ് ഓണറും എഞ്ചിനീയറും ഡിസൈനറും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ എല്ലായിടത്തും സർക്കിളുകൾ കാണുന്നത്? സീലിങ്ങിലാണെങ്കിലും ടൈലിന്റെ പാറ്റേണിലാണെങ്കിലും ജനലിലാണെങ്കിലും മൊത്തം അത് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് സ്ക്വയർ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഏത് പോർഷനിലും കിട്ടിയിട്ടുള്ളൂ. സർക്കിൾ ഒരു വീടാണെങ്കിൽ ചെറിയൊരു പോർഷൻ അവിടെ ഇവിടെ ചെറിയ പോർഷൻ മാത്രം സർക്കിൾ കിട്ടുക. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായി ഞാനൊന്ന് ചിന്തിച്ച് എല്ലാം സർക്കിളിലേക്ക് കൊണ്ടുവന്നാലോ എന്ന്. എൻ്റെ സമയപരിമിതി മൂലം എനിക്ക് കുറെ എണ്ണം റൗണ്ട് ചെയ്യാൻ പറ്റാതെ സ്ക്വയറിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു ഒറ്റ ഡിഫാൾട്ട് മാത്രമേ ഇതിലുള്ളൂ. എനിക്ക് മൊത്തത്തിൽ സർക്കിളിലേക്ക് കൊണ്ടുവരാനായിരുന്നു എൻ്റെ കൂടുതൽ താല്പര്യം. എന്നാലും ഈ വീട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി കൺസെപ്റ്റ്, അതൊരു ചെറിയ സ്പേസിൽ. എന്തുകൊണ്ട് ഇങ്ങനൊരു കൺസെപ്റ്റ് ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികളുടെ ചിന്താഗതി നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ ഒരുവിധം എല്ലാ ഏരിയയിലും, ടൗൺ ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും മലയാളിയുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 8 സെന്റ് പ്ലോട്ട്, 10 സെന്റെങ്കിലും, അതെ 8 സെന്റ് മിനിമം 10 സെന്റെങ്കിലും വേണം എന്നുള്ള കൺസെപ്റ്റുകാരാണ് മലയാളികളിൽ കൂടുതലും. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു 2-3 സെന്റ് താഴെയായിട്ട് ഈ ഒരു പ്ലോട്ടിൽ എല്ലാവിധ ഫെസിലിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദാഹരണത്തോടു കൂടി മാത്രമാണ്. CCTV ഉണ്ട്, വീഡിയോ ഡോർ ഫോൺ ഉണ്ട്, എല്ലാ തരത്തിലുള്ള സംഭവം, ഡിജിറ്റൽ ലോക്കുകൾ ചെയ്തിട്ടുണ്ട്, ഇന്റീരിയർ ഏറ്റവും മോഡേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാ സംവിധാനവും. ഈ 2.25 സെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊരു മുറ്റം വരണം, അതേപോലെ ഈ ബെഡ്റൂമുകളും കാര്യങ്ങളും. ഏറ്റവും ഞങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാം കൊള്ളിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിന്റെ അകത്ത് എല്ലാം കൊള്ളിച്ചിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒന്ന് കുറവ് എന്ന് പറയേണ്ടതായിട്ടുള്ളതായിട്ട് ഒന്നുമില്ല. ചെറിയ സ്പേസ് ആണെങ്കിൽ ഒരു ഇടുക്കവും ഇല്ല. ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മളൊരു ചെറിയ വീടാണെങ്കിൽ ഭയങ്കര ഇടുക്കായിരിക്കോ, ചെറിയ റൂം ആയിരിക്കോ, ഒന്നുമല്ല. വലിയ റൂം, ഒരു മീഡിയം സൈസ് റൂം, നല്ല ഓപ്പൺ ഫീല് വരുന്നു. പൊതുവെ നിങ്ങളുടെ വർക്കുകളൊക്കെ ഇതുപോലെ ഒരു വെറൈറ്റി കൺസെപ്റ്റുകളിലാണോ? വെറൈറ്റി കൺസെപ്റ്റുകളാണ് നമ്മൾ കൂടുതലും വരുന്നത്. നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് ഒരേപോലെ പഴയ സ്റ്റൈൽ നമ്മളെല്ലാം ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് എല്ലാം ഓരോന്നും ഓരോ സ്റ്റൈലുകളാണ് ചെയ്യുന്നത്. കുറെ കൂടുതൽ നമ്മൾ ക്ലയന്റിന്റെ സജഷൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അവരിഷ്ടങ്ങളാണ്, അവർ താമസിക്കുന്ന വീടാണ്. അപ്പൊ അവരിഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ക്ലയന്റിന്റെ ഇത് ചെയ്തു. ഞാൻ ഇടയിൽ കയറിയതിൽ സോറി കേട്ടോ. എവിടെയൊക്കെ നിങ്ങളുടെ ആർക്കിടെക്ചറൽ സർവീസുകൾ നമ്മുടെ സർവീസ് നമുക്ക് എവിടെ വേണമെങ്കിലും, ഞാൻ പറയുന്നത് ലോകം എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും നമുക്ക് ആർക്കിടെക്ചർ സർവീസ്, കേരളത്തിന് പുറത്താണെങ്കിൽ എവിടെ വേണം. നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് മസ്കറ്റിൽ റണ്ണിങ് പ്രൊജക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ കൺസ്ട്രക്ഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ. വിത്ത് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഇൻസൈഡ് കേരള, അതേപോലെ ആർക്കിടെക്ചറൽ സർവീസസ് ആണെങ്കിൽ ഓൾ ഇന്ത്യ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് GCC-ലാണെങ്കിലും ഇവർക്ക് ചെയ്തു തരാൻ സാധിക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ ആർക്കിടെക്റ്റ് ആയിട്ട് ആരാളുള്ളത്? എൻ്റെ കസിനാണ് കൂടെ ഉള്ളത്. ആർക്കിടെക്റ്റിന്റെ പേര് ബിജിനോഷ് എന്നാണ്. അത് കൂടാതെ എൻ്റെ ഇന്റീരിയർ ഡിസൈനർ ലക്കിയ ഷൈബു എന്ന് പറഞ്ഞ
നിങ്ങളുടെ ടീമാണ് അത് വരുന്നത്. ഞങ്ങൾ 3 പേരാണ് മെയിൻ ആയിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിൽ വളരെ നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കഷ്ടപ്പെട്ട ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. അവരെ വേർപ്പാണ് ഈ കാണുന്നത്. അതെ, അവരോടാണ് ഫസ്റ്റ് നന്ദി പറയേണ്ടത്. അവരുടെ വേർപ്പാണ് നമുക്ക് ഇന്നൊരു പബ്ലിസിറ്റിയായി മാറുന്നത്. യെസ്, നിങ്ങൾക്ക് ഇതേപോലെ ഒരു വെറൈറ്റി കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഒരു നോർമൽ ഒരു വീട് ചെയ്യാനാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറച്ചുകൂടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നതാണ്. നമുക്ക് കുറച്ചുകൂടി നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന വീടുകൾ ചെയ്യാനും കൺസെപ്റ്റുകൾ ഉണ്ട്. യെസ്, അത് തീർച്ചയായിട്ടും നല്ലൊരു ഭംഗിയിൽ ഈ ഒരു ആംബിയൻസിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നമ്പേഴ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി ഇങ്ങനെ ഒരു വീട് ഫീച്ചർ ചെയ്യാനുള്ള ഒരു അവസരം തന്നതിന്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നന്മണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മൾ ഇന്ന് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. 2.25 സെൻറ്റിൽ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ചോദ്യം ഇതിനെന്ത് കോസ്റ്റ് വന്നു എന്നുള്ളതായിരിക്കും. നമ്മുടെ അധിക വീഡിയോയിലും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ്, എന്തുകൊണ്ടാണ് കോസ്റ്റ് മെൻഷൻ ചെയ്യാത്തതെന്നുള്ളത്. പലതരം റീസൺസ് ആണ് കോസ്റ്റ് പറയുന്നതിൽ നമുക്ക് പരിമിതിയായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത്, ചില പ്രൊജക്റ്റുകളൊക്കെ ഒരുപാട് വർഷങ്ങളെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകളായിരിക്കും. അപ്പോൾ ആ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രൈസ് ഞാനിപ്പോൾ പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അതുപോലത്തെ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പ്രൈസുമായിട്ട് വലിയൊരു ഡിഫറൻസ് ഇന്നത്തെ പ്രൈസിൽ വന്നിട്ടുണ്ടാവും. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം 1600 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തിരിക്കുന്നത് ഫൂട്ടിങ്ങിലാണ്. അതായത് ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഫൂട്ടിങ്ങിൽ പണിതുയർത്തി അതിനുശേഷം ബിൽഡിങ്ങിൻ്റെ എല്ലാ മുറികളൊക്കെ തിരിച്ച് ഇൻറ്റീരിയർ ചെയ്തെടുക്കുമ്പോഴേക്ക് ഇതിന് വിത്ത് ഇൻറ്റീരിയർ 50 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. അപ്ലയൻസസിൻ്റെ ഒക്കെ തുക എക്സ്ട്രാ വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു കോസ്റ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അത് സൈറ്റ് ടു സൈറ്റ്, ടൈം ടു ടൈമിന് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രൊജക്റ്റ് കോസ്റ്റ് മുഴുവനായിട്ട് ഞങ്ങൾക്ക് എല്ലാ വീഡിയോസിലും പറയാൻ സാധിക്കാത്തത്. ഈ വീഡിയോസിൽ പിന്നെ എഞ്ചിനീയർ തന്നെ ഇതിൻ്റെ ഹൗസ് ഓണർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കോസ്റ്റ് കൺട്രോൾ ഉള്ളതുകൊണ്ടും ഈ ഒരു പ്രൈസിൽ വളരെ മനോഹരമായിട്ട് വീട് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ വീട് ഇപ്പോൾ തന്നെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇതുപോലൊരു കിഡിലൻ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. മൈ ബെറ്റർ ഹോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ